എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള ITIയിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ നൽകാനുള്ള അവസാന തീയതി ജൂലൈ 5 വരെ നീട്ടി. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് iti.kerala.gov.in/index.php എന്നുള്ള ഈ ഒരു പേജ് വഴി, അത് ഇൻഡെക്സ് അല്ല, splash.php എന്നുള്ള ഈ ഒരു പേജ് വഴി നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുകയും അതുപോലെ തന്നെ ജൂലൈ 6 വിദ്യാർത്ഥികൾ ഈ ഒരു അടുത്തുള്ള ഗവൺമെൻറ് ITIയിൽ പോയിക്കൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് ITI അഡ്മിഷൻ ആ ഒരു ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള എഡിറ്റിങ്ങുകളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. വെരിഫിക്കേഷന് ശേഷം പിന്നീട് യാതൊരുവിധ എഡിറ്റും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഹെൽപ്പ് ഡെസ്കുമായി കോൺടാക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയും ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിലുള്ള ഹെൽപ്പ് ഡെസ്ക് ഏതാണോ ആ ഒരു ഹെൽപ്പ് ഡെസ്കിൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾ പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ ജൂലൈ 5 ഈ ഒരു അപേക്ഷ ഓൺലൈനായിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ അപേക്ഷ നൽകുന്നതിനായിട്ട് അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് ഈ ഒരു പേജിലാണ് ഈ ഒരു അപ്ലൈ ഓൺലൈൻ എന്നുള്ളത്. മുകളിലോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോകുന്നത് കാണാൻ സാധിക്കും. ഹൗ ടു അപ്ലൈ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലിങ്ക് കാണാം. ജസ്റ്റ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ജസ്റ്റ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഹൗ ടു അപ്ലൈ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് അതുപോലെ തന്നെ യൂസർ മാനുവൽ എന്നിങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ യൂസർ മാനുവൽ ഡൗൺലോഡ് ചെയ്തെടുക്കുക. യൂസർ മാനുവലിൽ നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് ഈ ഒരു അപേക്ഷ സമർപ്പിക്കണം എന്ന് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അതായത് എങ്ങനെ സ്വന്തമായിട്ട് അപേക്ഷിക്കാം എന്നുള്ളതിൻ്റെ ആ ഒരു സ്റ്റെപ്പുകൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ നൽകുന്ന വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിലെ ഏതൊരുവിധ തെറ്റുകളും അതുപോലെ ഏതൊരു ട്രേഡ് ഓപ്ഷൻസ് കൊടുത്തതായിരുന്നാലും ഏതൊരു ഓപ്ഷൻ കൊടുത്തതായിരുന്നാലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വെരിഫിക്കേഷന് ശേഷം യാതൊരുവിധ ആപ്ലിക്കേഷനും അതായത് യാതൊരു വിധത്തിലുള്ള ഡാറ്റാസും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വെരിഫിക്കേഷൻ ചെയ്യും മുമ്പ് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസും അതുപോലെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അതായത് നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനുകളും കറക്റ്റാണ് എന്നുള്ള കാര്യം, അതായത് ഓപ്ഷൻസ് ചേഞ്ച് ഒന്നും വരുത്തേണ്ടതില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് വല്ല റിസർവേഷനോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിരവധി ട്രേഡുകളാണ് ഈ ഒരു ITIയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഓപ്ഷൻസ് ആയിരിക്കണം നിങ്ങൾ നൽകേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ജൂലൈ 6 അതായത് 5 വരെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് നൽകാൻ സാധിക്കുക. അതുവരെ നിങ്ങൾക്ക് അതായത് ഇതുവരെ ആ ഒരു 6 നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്യുകയും വെരിഫിക്കേഷൻ ചെയ്ത അപേക്ഷകൾ മാത്രമാണ് ഈ ഒരു അലോട്ട്മെൻറ്റിലായിട്ട് പരിഗണിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.